ഓ പിന്നെ my hair is a mess, so I have to straighten that out. I think I'm bloated now. കാരണം നല്ല തീറ്റയായിരുന്നു, ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര തീറ്റയായിരുന്നു, ഒന്നും ചെയ്യാണ്ട് വിത്തൗട്ട് എനി എക്സസൈസ്. സോ ടു മച്ച് സോൾട്ട്, ടു മച്ച് ഷുഗർ മേ ബി, സോ ഐ എം ബ്ലോട്ടഡ്. ദിസ് ഇസ് വെരി ഗുഡ്. ഞാനിതാണ് ഫോർ ദ പാസ്റ്റ് അറൗണ്ട് 2 years യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഗുഡ്. ചപ്പാത്തി മതി, പഴമുണ്ടല്ലോ. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ അവരോട് കയറുമ്പോൾ ചോദിച്ചോക്കാം. ചേഞ്ച് ഓഫ് പ്ലാൻസ്. വി ആർ ഗോയിങ് ടു ബാംഗ്ലൂർ. പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് വെറുതെ ഉച്ചയ്ക്ക് ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സോ മൈ ബ്രദർ ഇസ് ദയർ. സോ നമ്മൾ വിചാരിച്ചു എന്തായാലും അപ്പോൾ നമുക്കൊന്ന് ബാംഗ്ലൂർ പോയിട്ട് വരാം. സോ ഗെറ്റ് റെഡി വിത്ത് മീ ടു ഗോ ടു ബാംഗ്ലൂർ. ബ്ലെൻഡിങ് എല്ലാം കൈ കൊണ്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്കിപ്പോൾ അതാണ് കംഫർട്ടബിൾ. ഞാൻ മുന്നേ ഇങ്ങനെ ബ്രഷോ അല്ലെങ്കിൽ ബ്ലെൻഡറോ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒന്നും വേണ്ട, ഓൺലി ലോഷൻ വീണത്. ഭയങ്കര തിൻ ലെയറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുക, ഫൗണ്ടേഷൻ ബേക്ക് ചെയ്യണ പൗഡർ, അല്ലാണ്ട് നമ്മുടെ മറ്റേ ബേക്കിംഗ് പൗഡർ അല്ല. പക്ഷേ ഇന്ന് ഐ എം ജസ്റ്റ് യൂസിങ് സാധാ ടാൽക്കം പൗഡർ. കാരണം നമ്മൾ രാത്രിയാണ്, നമ്മുടെ ഒരു 7:45 നമ്മുടെ ബസ്സാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കയറി കിടന്ന് ഉറങ്ങാറല്ലേ, അപ്പോൾ നമുക്ക് ഓൾറെഡി വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പൗഡർ മതി, സാധാ ടാൽക്കം പൗഡർ മതി. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദി ഐബ്രോ. പെൻസിൽ, ക്ലോസപ്പ് വ്യൂവിനായിട്ട് കണ്ണട, കണ്ണാടി. ആഫ്റ്റർ ദാറ്റ് ബ്രഷ്. ഐലൈനർ. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐലൈനർ ബ്രാൻഡാണ് ഇൻസൈറ്റിൻ്റെ ആണ് പേരില്ലേ. യെസ്, ഇൻസൈറ്റ് അടിപൊളി ബ്രാൻഡാണ്. നമുക്ക് 2 ടൈപ്പ് വരുന്നുണ്ട്, ഷൈനിയും വരുന്നുണ്ട്, മാറ്റും വരുന്നുണ്ട്. സോ ഐ ഓൾവേസ് ചൂസ് ഷൈനി, കാരണം എനിക്കതാണ് ഇഷ്ടം. നല്ലൊരു സ്വിസ് ബ്യൂട്ടിയുടെ ആണിത്. സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഞാനൊരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, അറിയില്ല ഒറിജിനൽ ആണോ എന്നുള്ളത്. പക്ഷേ ഇറ്റ്സ് ബീൻ വെരി ഗുഡ്. ഐ തിങ്ക് മൈ മേക്കപ്പ് ഇസ് എനഫ്. സോ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഇങ്ങനെ ബാംഗ്ലൂർ പോകണം എന്നുള്ളത്. പക്ഷേ അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അധികം സമയമില്ല, ബിക്കോസ് പെട്ടെന്ന് പ്ലാൻ ചെയ്തതായതുകൊണ്ട് ഐ ഹാവ് ടു പാക്ക്. പക്ഷേ ഞാൻ കുറേ ഒന്നും എടുക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ പോയിട്ട് എന്തായാലും ഷോപ്പിംഗ് ചെയ്യണം. അപ്പോൾ കുറേ എടുക്കുന്നില്ല, കുറച്ചൊരു 2-3 ജോഡി. ജസ്റ്റ് കുറച്ച് ഭയങ്കര മിനിമലായിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെറ്റല്ലേ?
അധികം നോക്കില്ലല്ലോ, നമ്മള് നേരെ മെജസ്റ്റിക്കിലേക്കല്ലോ പോകും. Okay, different. Oh, Ninglam. Totally different. Mahalakshmi. Color. ഫോട്ടോ അല്ല വീഡിയോ ഞാൻ എടുക്കണം. ഭംഗിയില്ലേ ഇത്? കളർ ഭംഗിയില്ല? ഭയങ്കര ഭംഗിയാ. ഇതല്ലേ അത്? പക്ഷെ ഗോൾഡൻ അല്ലേ? മതി ഓഫ് ചെയ്ത്. പോവാനായിട്ട് വണ്ടി കിട്ടും. യൂബർ വിളിക്കാം. സോ മെയിൻ ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വന്നത് ജയനഗർ 4th ബ്ലോക്കാണ്. അവിടെ ഭയങ്കര കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ കുർത്താസിനും എല്ലാത്തിനും ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. പിന്നെ ഇത് ഈ ഒരു ഇന്നർ വെയറിൻ്റെ സ്റ്റാക്ക് കണ്ടില്ലേ, ഇതുപോലെ കുറേ സ്ഥലത്തുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിനായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഞാൻ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്ന വൺ ഓഫ് ദി തിങ്സ് ആണ് ഇതുപോലത്തെ റെഡിമെയ്ഡ് ബ്ലൗസ്. അതും ഞാൻ പർച്ചേസ് ചെയ്തു. ആൻഡ് ഇത് ഭയങ്കര വൃത്തിയായിരുന്നു. നമ്മുടെ അവിടേക്കൊന്നും എത്താത്ത ഫാഷനും ഡിസൈൻസ് ഒക്കെ ഉള്ള നല്ല നല്ല ചുരിദാറുകളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അടിപൊളി ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ അവിടെ ഒന്നും പെട്ടെന്ന് സീസൺ ആവാത്ത ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് ഫ്ലാറ്റിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ച് വേഗം കിടന്നുറങ്ങി. കാരണം പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ആയിരുന്നു നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്, ബാംഗ്ലൂർ ടു കൊച്ചി. അപ്പോൾ നമ്മളിതുപോലത്തെ സിറ്റിംഗ് എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ബാക്ക്വേർഡായിരുന്നു, എന്നാലും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. സിറ്റിംഗ് ഒക്കെ എടുത്ത് നല്ല വ്യൂ കണ്ടാണ് പോയത്. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. ബൈ.